ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവിയലിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പിന്നെ ഞാൻ ഇന്നുണ്ടാക്കുന്ന അവിയൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള അവിയലാണ്. നമ്മൾ ഓൾറെഡി സദ്യ സ്റ്റൈൽ അവിയൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനായിട്ട് എല്ലാ വെജിറ്റബിൾസും നമ്മൾ അവിയലിന് നീളത്തിൽ ഇതേപോലെ അരിഞ്ഞേക്കുന്നത്. ചേന മൊത്തത്തിൽ എല്ലാ വെജിറ്റബിൾസും കൂടെ നോക്കുവാണെങ്കിൽ 750 ഗ്രാം വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. ചേന ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ട്. കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക ഉപയോഗിക്കാം, 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് വെള്ളരിക്കയാണ്. ക്യാരറ്റ്, അച്ചിങ്ങ, അതേപോലെ തന്നെ ബീൻസ്, പച്ചക്കായ, ഏത്തക്കായാണ് അത്, പച്ചക്കായ, വഴുതനങ്ങ. ഇതൊക്കെ നിറം മാറാണ്ടിരിക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. വഴുതനങ്ങ ഒരു ചെറുത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ളത്. അതേപോലെ കോവയ്ക്കായ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. പടവലങ്ങ ഒരു പകുതി, ഒരു 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, ഒരു സവാള. അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടെ മെഷർ ചെയ്യുവാണെങ്കിൽ 750 ഗ്രാമോളുണ്ട്. കപ്പിൽ അളക്കുവാണെങ്കിൽ ഒരു 6 കപ്പ് പച്ചക്കറികൾ നമ്മൾ എടുത്തേക്കുന്നത്, സവാള ഉൾപ്പെടെ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടി ശർക്കര ഒരു നുള്ളൂടെ ഇടാം. ഉപ്പ് 1 ടീസ്പൂൺ. ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തു. ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മുരിങ്ങയ്ക്കായും മാങ്ങയും മാത്രം ചേർത്തിട്ടില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം, 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് വേവിക്കാം. ഇവിടെ പച്ചക്കറികൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ജീരകം, അതിലേക്ക് 6-7 ചുവന്നുള്ളി. സാധാരണ അവിയലിന് വെളുത്തുള്ളി ഇടുന്നത് കുറവാണ്, നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കും. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക ആദ്യം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ആദ്യമേ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ജീരകം അരയാതെ കിടക്കും, അതുകൊണ്ടാണ്. തേങ്ങ 1.5 കപ്പ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ അവിയലിനെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് ചതയ്ക്കത്തില്ല, ചെറുതായിട്ട് പൾസ് ചെയ്ത് എടുത്താൽ 2 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. ഇതേപോലെ കിട്ടണം. നമ്മൾ കറിക്ക് അരയ്ക്കുന്ന പോലെ അരയരുത്, ആ രീതിയിൽ എടുക്കാം. ഇവിടെ കുറച്ച് തേങ്ങയുണ്ട്, അതുകൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയിലിട്ട് ചെറുതായിട്ട് നടിച്ച് അത് മാറ്റി വെക്കാം. നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ വേവിക്കുകയായിരുന്നു. ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ചേനയുടെ കഷ്ണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. മുരിങ്ങയ്ക്ക ഒരു വലിയ മുരിങ്ങയ്ക്ക എടുത്തേക്കുന്നത്. അതേപോലെ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ എപ്പോഴും പുളിക്കനുസരിച്ചിടുക. അപ്പം ഒന്നുകിൽ മാങ്ങ ഇടാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മാങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു മൂവാണ്ടൻ മാങ്ങയുടെ ഒരു 3/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. അപ്പം പുളിയാണ് ചേർക്കുന്നെങ്കിൽ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർക്കാം. തൈരാണെങ്കിൽ ഒരു 1/2 കപ്പോളം തൈര് ചേർക്കാം. നമ്മൾ ഈ രീതിയിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നന്നായിട്ട് ഉടച്ചെടുക്കാം, നന്നായിട്ട് വേകണം, ആ രീതിയിലെടുക്കുക. കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞ രീതിയിലെടുക്കുക. വീണ്ടും അടച്ചു വെക്കാം. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കി നമ്മളിവിടെ എടുത്തത് തേങ്ങ 1.5 കപ്പ് എടുത്തു. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിനെയും ഈ വെജിറ്റബിൾസ് വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്യുക. ഈ അരപ്പ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വീണ്ടും ഇത് അടച്ച് നന്നായിട്ട് നാവി വരുന്നവരെ കുക്ക് ചെയ്യാം.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ചെയ്യുന്നൊരു സ്റ്റൈലുള്ള അവിയലാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അവിയൽ ഉണ്ടാക്കിയ ശേഷം നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുകയാണ് പതിവ് റെഡിയായി കഴിയുമ്പോൾ. ഇതിനകത്ത് നമ്മൾ ചുമന്നുള്ളിയും കുറച്ച് കടുകും കൂടെ ഒന്ന് ചതച്ചിടും. അപ്പോൾ അതിനായിട്ട് ഒരു 3/4 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകും ചുമന്നുള്ളിയും കൂടാണ് ചതയ്ക്കേണ്ടത്. അപ്പം നന്നായിട്ട് അരയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അധികം കടുക് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർക്കാം. ചുമന്നുള്ളി ഒത്തിരി അരയരുത്, ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഒരു 7 അല്ലിയോളം ചുമന്നുള്ളി. ഇതേപോലെ ഇത് അവിൽ റെഡി ആയി കഴിയുമ്പോൾ ചേർക്കാനായിട്ടാണ്. ഇവിടെ നല്ല ആവിയൊക്കെ വന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. ചുവന്നുള്ളിയും കടുകും കൂടെ. അപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും കടുകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഞെരടിയിടുക. അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർക്കാം. കണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉടഞ്ഞു. അപ്പോൾ പൊരിക്കാൻ മാത്രം നല്ലതായിട്ട് അതുപോലെ കിടപ്പുണ്ട്. മറ്റൊക്കെ ഇച്ചിരി ഉടഞ്ഞ രീതിയിലാണ് വേണ്ടത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി കുറവാണ്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇടുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതേപോലെ ഇച്ചിരി കുഴഞ്ഞ രീതിയിൽ എടുക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അവിയലിൻ്റെ റെസിപ്പി ഒരു 6 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നൊരു ക്വാണ്ടിറ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളൊരു അവിയൽ. നമ്മൾ ആ കടുക് ചതച്ചതും ചുമന്നുള്ളിയൊക്കെ ചതച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് നല്ല വ്യത്യാസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളിതിനു മുമ്പ് ട്രഡീഷണൽ അവിയലിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.